ഓം ഹ്രീം സ്വാഹ. ഓം ഹ്രീം സ്വാഹ. ഓം ശാന്തനായ നമഃ. ഓം ഹ്രീം സ്വാഹ. ഓം ഹ്രീനായ സ്വാഹ. ഓം ഹ്രീം സ്വാഹ. ഓം ശാന്തനായ നമഃ. ഓം ശാന്തനായ നമഃ. ഓം നീം കുലദേവനായ ശാന്തനായ നമഃ. ശാന്തനായ നമഃ. കര കാണുന്നുണ്ട്. ഒക്കെ കൂടി പൊളിഞ്ഞ് തലക്കാണ് ഇതൊക്കെ കൂടി. എന്താ വടിയൊക്കെ ഉണ്ടല്ലോ, കുട്ടികളൊക്കെ എന്തായാലും. ഒരു മന കണ്ടല്ലോ എന്തായാലും. അരയത്ത് ബാക്കി എന്തായാലും അവിടുന്ന് അടിക്കാം. ഇവിടെ ആരും ഇല്ലേ? ഒക്കെ പൂട്ടി കിടക്കുകയാണല്ലോ. ആൾക്കാമില്ല തോന്നുന്നു. ഒഴിഞ്ഞിരുന്ന അടിക്കാൻ പറ്റിയ സ്ഥലം എന്തായാലും. ദിനേശനൊന്ന് വെച്ച് നോക്കാം. അവിടെ പറയടാ. പിന്നെ വെള്ളടി റീസ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഞാനില്ല, നീ പോക്കോ. നീ എവിടെയാണ്? എവിടെയെന്നറിയില്ല, എന്തായാലും പഴയൊരു മനയാണ്. നല്ല കിടില സെറ്റപ്പാ. മനെ ഒച്ചയ്ക്ക് പോയി ഓരോ വള്ളി പിടിക്കാതെ പുല്ല് കഴിയുമോ? നാളെ പണിക്കോണ്ടേ? ഒരു മാവുന്ന കാര്യല്ലേ. എന്തായാലും ഞാനൊരു ഫോട്ടോ അയച്ചു തരാം, ഈ ഒന്ന് നോക്ക്. കിണറും പൈപ്പൊക്കെ ഉണ്ടല്ലോ. വെള്ളം ഉണ്ടായാൽ മതിയായിരുന്നു, ഇല്ലച്ചപ്പോ ഡ്രൈ അടിക്കേണ്ടി വരും. ടച്ചിങ്സിന് ഇപ്പൊ എന്താ ചെയ്യാ? ഹോസ്പിറ്റലെല്ലാം ഉണ്ടല്ലോ ധാരാളം. അപ്പൊ ഇതിന്റെ അകത്ത് ആൾക്കാരൊക്കെ ഉണ്ടോ? എവിടുന്ന പൊച്ച കേട്ടത്? ആൾത്താമസം ഉണ്ടോ? തോന്നിയാലോ? ഇതിപ്പോ ആരെടുത്തടിച്ച്? ഇവിടെ ആൾത്താമസം ഉണ്ടോ? ചോദിക്കാത്തടുത്ത് അടിക്കല. നല്ല ആൾക്കാരാ. ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും തീർത്തുള്ള ഒരു അരക്കട്ട. കൈ കിട്ടിയണ്ടല്ലോ അവനെ. നിക്കടാ, സാധനം കാണാടുത്ത് അടിച്ചും പോരാ, എന്നിട്ട് മുണ്ടാതെ പോവാ. ആ കള്ളനായ ഓടിയോ? ഒരു തുള്ളി സാധനം ബാക്കിയും വെച്ചത്. ഞാൻ അടിക്കാഞ്ഞിട്ട് എന്താ ചെയ്യ?
എന്താണ് ബ്രോ? ഒന്നുമില്ല. ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ടും ആ കാണുന്ന വീടാണ് തോന്നുന്നുണ്ട്. അവസാനം അവന്മാരാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു ഈ വീട് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാവും. ഇല്ല, ഒരു ലൊക്കേഷൻ അയച്ചിരുന്നു. എന്നാ പിന്നെ നിങ്ങൾ വൈകണ്ട, നിങ്ങൾ വിട്ടോ. പിന്നെ പറഞ്ഞത് മറക്കണ്ട, പടിപ്പുരയിൽ നിന്ന് ആ ഊന്നുവടി എടുത്തിട്ട് വേണം അകത്തേക്ക് കിടക്കാൻ. ഓക്കെ ആശാൻ. എന്നാ നമുക്ക് പോയാലോ? ആ പോവാ, ഒറ്റ വണ്ടി ഇരിക്കും. എന്തു പറ്റി? താനെന്താ പോവാത്ത? അവസാനം ഞാൻ പ്രശ്നത്തിൽ പെട്ട് ഇറക്കാം. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് നിധിയും കാര്യങ്ങളെ കുറിച്ചൊക്കെ നേരത്തെ അറിയാമായിരുന്നു. പിന്നെ നിങ്ങളും വിചാരിക്കുന്ന പോലെ ഞാൻ ബ്ലോഗറോ കാര്യങ്ങളോ അജ്മല സോറി. അവന് പറയാലോ, പറയട്ടാ. ഞാൻ പറയാം. അത് നീയല്ലേ? ഇവന്മാരൊക്കെ ഏതാണ്? കിഡ്നാപ്പേഴ്സാ? അല്ല, ക്രിസ്ത്യൻ ക്യാമ. അവരാണ് ബാംഗ്ലൂരിലെ സ്റ്റുഡൻസിനൊക്കെ ഡ്രഗ്സ് എത്തിക്കുന്നത്. ഞാൻ എൻ്റെ പഠിത്തം കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ജോലിക്ക് ശ്രമിച്ചു. അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ കുറച്ച് ദിവസം ഞാൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം ജോലിയുടെ ആവശ്യത്തിന് പുറത്തിറങ്ങി ഞാൻ അന്ന് കണ്ടത് അവരുടെ ഡ്രഗ് സപ്ലൈ ആണ്. ഞാനതെൻ്റെ ഫോണിൽ ഷൂട്ട് ചെയ്തു. അവിടുത്തെ പോലീസിൽ ഇൻഫോം ചെയ്തു. പക്ഷേ പോലീസ് കേസെടുത്തില്ല. മറിച്ച് പരാതി കൊടുത്ത് തന്നെ അവർ ക്രിസ്റ്റിക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ നീ എങ്ങനെയാ നിധിയെ കുറിച്ച് അറിഞ്ഞത്? അതൊന്നും കഴിക്കുമല്ലോ, പണിയല്ലോടാ. ഇതിനാണ് കൊന്നത്. 2 വർഷമായി എന്റെ കൂടെ വന്നവനാ. അവന്റെ അവസ്ഥ കണ്ടില്ലേ? ഇനി പറ, എന്നെ ക്യാഷ് അപ്പൊ തരും. ഒരു ക്രിസ്റ്റി, എനിക്ക് കുറച്ച് സാവകാശം കൂടി വേണം. സാവകാശോ? 1ഉം 2ഉമല്ല, 40 ലക്ഷം. ഒരു തീരുമാനമായില്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഞാൻ പറഞ്ഞില്ല ക്രിസ്റ്റി, എന്റെ പാർട്ട്ണർ ചതിച്ചതാ.
എന്റെ ഡീലിങ്സ് നിന്നോടാ, അവരോടല്ല. ക്രിസ്റ്റി പ്ലീസ്, എനിക്ക് ഒരു മാസത്തെ സമയം കൂടി താ. ഇതൊന്നും എനിക്ക് എന്റെ ബോസിനോട് പറയാൻ പറ്റില്ലല്ലോ. നിന്റെ ഈ ഹാർട്ടും കിഡ്നിയും ദേ കണ്ണും ഞാനിങ്ങനെ എടുക്കുക. ഇതും തയ്യുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ കുടുംബത്തെ കയറി പണിയും. ക്രിസ്റ്റി വേണ്ട, അവരാണ് എൻ്റെ ആകെയുള്ള സമ്പാദ്യം. അവരെ നീ ഉപദ്രവിക്കരുത്. നിന്റെ സമ്പാദ്യം നിനക്ക് വഴിയില്ല, ഞങ്ങളുടെ ക്യാഷിന് തന്നേക്ക്. ക്രിസ്റ്റി, ഒരു വഴിയുണ്ട്, പക്ഷെ ഞാൻ ഒരു തവണ പോയി പരാജയപ്പെട്ടതാ. എന്നാ പറയടാ. എൻ്റെ നാട്ടിലൊരു മനയുണ്ട്, കുറെ കാലമായിട്ട് അറിഞ്ഞു കിടക്കുക. അവിടെ ഒരു നിധിയുണ്ട്, ഒരു പെട്ടി നിറയെ. നിധിയോ? നിന്റെ വേഷം കെട്ടിൽ എന്റെ അടുത്ത് വേണ്ട രവി. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ നേരിട്ട് വരാം. എന്നിട്ട് എന്തുകൊണ്ട് നീ അത് എടുത്തില്ല? അതങ്ങനെ ഒറ്റയ്ക്ക് പോയി എടുക്കാൻ പറ്റില്ല. ആ നിധിക്ക് കാവലായിട്ടൊരു ആത്മാവുണ്ട്. ആത്മാവോ? ഒരുമിച്ച് നിന്ന് നമുക്കത് എടുക്കാം. ഉറപ്പ് മാർക്കറ്റിൽ കോടികളെ വില. കിട്ടിയ നിങ്ങൾ പറയുന്ന എന്റെ ഷെയർ. ഷെയർ അവിടെ നിൽക്കട്ടെ, ആദ്യം ഇത് നേരാണെന്ന് അറിയണ്ടേ. ഞാനും വരാം നിങ്ങളുടെ കൂടെ. അത് വേണ്ട. ഈ ഫോട്ടോഗ്രാഫർ പോട്ടെ അല്ലടാ ജോജി? അതെ, നമുക്കിട്ട് പണിയൊന്നല്ലേ. 4 പടം പിടിച്ച് പോലീസിനെ അയച്ചാൽ നീ എന്താ വിചാരിച്ച് എന്നെ അങ്ങ് തീർക്കാന്നോ? നിന്റെ പടം പിടുത്തം അതിനി ഇവിടെ വേണ്ട. ഇവൻ പറഞ്ഞ മനയില്ലേ, അവിടെ മതി. എനിക്ക് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് വേണം. മോനെ വേഷം കെട്ടിലെടുത്താ നീ എവിടെ പോയാലും ഞാൻ അവിടെ വന്ന് തീർക്കും. രവി വാടാ. ഞാനാകെ പെട്ടിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അപ്പൊ നിനക്ക് നിന്റെ നാട്ടിലേക്ക് പോയിക്കൂടെ? അവന്റെ പിറകുള്ള ഒരാള് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലും അവര് കഴിക്കുന്നുണ്ടാവും. സത്യത്തില് ഒരു ചാകരന്റെ അവസ്ഥ എനിക്ക്. ഇത് എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും അത് ഞങ്ങൾക്ക് ഉണ്ട്. നീ ധൈര്യമായിട്ട് ഇരിക്കടാ, ഞങ്ങളൊക്കെ ഇല്ലേ. അല്ല പിന്നെ ഞങ്ങളെ നാട്ടിൽ വന്നിട്ട് നിന്നെ ആരും തോടൂല. ഹലോ ക്രിസ്റ്റി, അവരോടൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു നേരം അങ്ങോട്ട് വരുന്നത്. എന്തടാ, എന്തോ ഒരു പരക്കം പറ്റില്ലേ? നമ്മുടെ രഘു മിസ്സിംഗ് ആണ്. ഞാനിപ്പോ അവന്റെ വീട്ടിൽ നിന്ന് വരുന്നത്. ഓ എവിടെയെങ്കിലും അടിച്ച് പിറ്റായി കിടക്കണ്ടത്. വേറെ എവിടെ പോവാൻ? അതല്ല ആശാനെ, ഓൻ തന്നെ ഫോണ് വിളിച്ചിരുന്നത്. ഓൻ ഏതോ മനയിലാണെന്നോ പറഞ്ഞേ. ആശ അത് നോക്കിയേ. എടാ, ഇത് പെരുമ്പോട്ടുമനെയാണല്ലോ. അതെവിടെ സ്ഥലം? അവിടെ ഫോണുണ്ട് തന്നെ. ആശാനെ, എന്തൊരു പ്രശ്നമുണ്ടോ? നീ വേഗം വണ്ടി എടുക്ക്, നമുക്കേ തക്കോട്ട് തന്നെ വരുന്നു പോണം. ജോജി ഇതന്നല്ലേ ലൊക്കേഷൻ? അതെ. അവന്മാരെത്തിയിട്ടുണ്ടല്ലോ. ഇയാളെ എനിക്ക് അത്ര പരിചയം പോരല്ലോ. അയാളെ പരിചയമില്ലെങ്കിലും അതിനകത്തെ ഊന്നുപണി നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ആ ഊന്നുപണിയിൽ കെട്ടിയ ചരട് ഇവിടുത്തെ ശങ്കുണ്ണി തമ്പുരാൻ ഉണ്ടാക്കി കൊടുത്തതല്ലേ? അച്ഛൻ മരിച്ചിട്ട് ഒരുപാട് വർഷമായില്ലേ, എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല. എന്നാ ഞങ്ങൾ പോട്ടെ. നിങ്ങളുടെ ഈ കാലിന് പറ്റിയതാ?
അത് പണ്ട് ഞാനൊന്ന് പെരിങ്ങോട്ടുമെന്ന് ഇറങ്ങി പോയതാ, അവിടുത്തെ നിധി എടുക്കാൻ. നിധിയോ? അതെങ്ങനെ നിങ്ങൾക്കറിയാം? കൊല്ലം താണു എന്റെ അച്ഛനാ. എന്റെ അച്ഛനാണ് അവിടുത്തെ വല്യമ്പരാനെ ടെക്നിയിലെ പെട്ടിക്ക് ഒരു പുതിയ ചാവി ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങൾ കേട്ടതൊക്കെ ശരിയാ, അങ്ങനെ ഒരു നിധി അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ അത് എടുക്കാൻ കഴിയും. അറിയാം, നിങ്ങളുടെ അച്ഛൻ തമ്പുരാൻ ജപിച്ചു കൊടുത്ത ചരട് കയ്യിലുണ്ടെങ്കിൽ പറയേണ്ട പ്രേതം ഒന്നും ചെയ്യില്ലെന്നും പറയാം. പ്രേതം അതൊക്കെ നാട്ടുകാർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പൊ ഞാൻ നേരിട്ട് കണ്ടതോ? അത് പറയേണ്ട പ്രേതമല്ല, അത് ചാത്തനാ. ഇവിടെ തന്നെ വെച്ചായിരുന്നു. എന്നിട്ട് വടി എവിടെ? ഇനി ആരേലും നമ്മൾ വരുന്നതിന് മുമ്പ് മനയിൽ കയറിയോ? ആരെങ്കിലും അല്ല വാപ്പ. അല്ല, നീ വരുന്നില്ലേ? വായോ. നിങ്ങൾ ആ കാണുന്നത് കണ്ടോ? അതിവിടുത്തെ പത്തായപ്പുരല്ല, എൻ്റെ അച്ഛൻ ചാത്തൻ സേവ നടത്തിയിരുന്ന സ്ഥലമാണ്. ഞങ്ങൾ 2 ആൺമക്കളാ, ഞാനാണ് മൂത്തത്. ഞങ്ങളുടെ അമ്മ മരിച്ചതിൽ പിന്നെ അച്ഛനെന്നും അതിനകത്ത് തന്നെയായിരുന്നു. ചാത്തന്മാരെ പ്രീതിപ്പെടുത്താൻ അച്ഛൻ നടത്തുന്ന മന്ത്രവാദവും മണിയടി ശബ്ദവും മാത്രമായിരുന്നു അന്ന് ഈ വീടിന് ചുറ്റും. അങ്ങനെയാണ് ഒരു ദിവസം പെരുങ്ങോട്ടുമനയിലെ വല്യമ്പരാൻ അവർക്ക് കിട്ടിയ നിധിയെക്കുറിച്ച് അച്ഛനോട് വന്ന് പറയുന്നത്. വരുന്ന പൗർണമി നാളിൽ മനയിൽ വെച്ചൊരു ഹോമം ചെയ്യാം. എന്ത് ചെയ്തിട്ടായാലും മതിക്കുക, ടെക്കിനിയിലെ നിധി മന വിട്ടു പോകരുത്. 1000 വൈപ്പുകളോ ചാത്തൻ കൂടെയുണ്ട്. ആ നിധി മനവിട്ടു പോകാതിരിക്കാൻ വല്യമ്പരാന്റെ നിർബന്ധപ്രകാരമാണ് അച്ഛൻ അവിടെ ചാത്തനെ കുടിയിരുത്തിയത്. അച്ഛൻ മന്ത്രവാദം ചെയ്ത് ചാത്തനെ മനയുടെ മച്ചിലിൽ കുടിയിരുത്തി. വിലപ്പെട്ട ആ നിധി ആര് കൈകൊണ്ട് തൊട്ടാലും മച്ചിൻ പുറത്തുള്ള ചാത്തൻ ചങ്ങല പൊട്ടിച്ച് അവരെ കൊല്ലും. ചാത്തനെ മറികടന്ന് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ മൂത്ത തമ്പുരാൻകുട്ടിയെ കൊന്നത് ചാത്തനാണോ? അതെ, പറയൻ ചക്കനെയും കൊന്ന് തെക്കിനിയിലെ നിധിയെടുക്കാൻ പോയ മൂത്ത തമ്പുരാൻകുട്ടിയുടെ മുമ്പിൽ പറയന്റെ രൂപത്തിൽ വന്നത് ചാത്തനായിരുന്നു. പേടിച്ചോടിയ മൂത്ത തമ്പുരാൻകുട്ടി നേരെ വന്നത് ഇവിടേക്കാണ്. നിങ്ങൾ ഈ പറയുന്ന ചരട് ഊതിക്കൊടുത്തത് എൻ്റെ അച്ഛൻ തന്നെയാണ്. പക്ഷേ ആ ചരടിന് ചാത്തനെ തളക്കാനുള്ള ശക്തിയൊന്നുമില്ല. അച്ഛനും അയാളോട് ചാത്തൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. അച്ഛൻ തുടങ്ങി വെച്ച നോണം പറയാൻ കേട്ടാ. തെക്കിനിയുടെ മനസ്സാണ്. എന്റെ പൊന്നു തൊരടി ഒച്ചപ്പാടുണ്ടാക്കല്ലേ. എടാ, ആരെങ്കിലും ഒന്ന് ഫ്ലാഷ് അടിക്കുവോ? എടാ അതന്നെയാണ് നോക്കണേ, ഇനി ഫോൺ ഓണാവണ്ടേ? അനുവാദം കൂടാതെ ആ മനേക്ക് കടന്നാൽ പിന്നെ അതിനകത്തുള്ള ആരുടെ രൂപത്തിലേക്കാവാനും ആ ചാത്തന് സാധിക്കും. അജ്മലേ, എടാ വൈഷ്ണവേ, ഇവരെവിടെ? എടാ എടാ അജ്മലേ, എടാ ഇവര്, എടാ വൈഷ്ണവേ, ഡാ അവന്മാർ ഇതിനകത്തുണ്ട്. ഒരു കാര്യം ചെയ്യും, നീ ബാക്കിലേക്ക് വേറെ ഇടക്കാം. ഓക്കെ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നിങ്ങൾ പേടിക്കണ്ട, മിസ്സിംഗ് ആയ ആൾക്ക് വേറെ ആപത്തൊന്നും വരില്ല. വഴി തെറ്റി വന്നവരെ ചാത്തൻ കൊല്ലാൻ സാധ്യതയില്ല. വഴി തിരിച്ചുവിടും.
നിങ്ങളുടെ സുഹൃത്ത് അവിടെ എവിടെയെങ്കിലും വഴിതെറ്റി നടക്കുന്നുണ്ടാവും. അല്ല, നിങ്ങൾക്കൊരു അനിയനുണ്ടെന്നുള്ള പറഞ്ഞു കേട്ടത്. ആളിവിടെ സ്ഥലത്തില്ലേ? ഇല്ല, പണ്ടൊക്കെ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഇപ്പോ ഈയിടെയായിട്ട് തീരെ വരാറില്ല. ബാംഗ്ലൂർ എവിടെ ഒരു വാടക വീട്ടിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. ബാംഗ്ലൂർ? അപ്പോ മനയിലെ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇവിടെ അനിയൻ അറിയോ? അങ്ങനെ വരാൻ വഴിയില്ല. അവനൊന്ന് ചെറിയ കുട്ടിയല്ലേ. അച്ഛൻ മദ്യലഹരിയിൽ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ പിന്നെ അവിടെ പോയേക്കാനാ? ഇതെന്റെ മോനല്ലേ? അന്നെ മതി എങ്ങനെ പറയണേ? ബാക്കിയുള്ളവരോടെ കടക്കട പുറത്ത് ഈ ചിത്താവുന്നുള്ള ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ബാക്കിയുള്ളവർ തരാ. എടാ വാ. തൊരടി നീ എന്താ അവിടെ? ഓള് പിള്ളേരൊക്കെ അവിടെ. നീ എവിടെടാ? കള്ളപ്പങ്ങ് ഒരു മിനിറ്റ്. ഇതിരിക്കുന്ന സാധനം ഞാൻ കണ്ടു. വേഗം പോകും. കിട്ടില്ലേ? പോരെ പോരെ അവിടെ നോക്കിയത് നോക്കുന്ന
നേരെ വിളിച്ചു സാധനം കയ്യിലൊക്കെ എവിടേക്കാ പെട്ടി കൊണ്ട് പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ? ചേട്ടാ ഇതൊന്നും നടപടിയാണ് കേസല്ല, നമുക്ക് പോവാ. സ്ഥലം എന്തൊക്കെയാണ് നടക്കണത്? പഠിപ്പിടായല്ലോ. വീണ്ടും കാറായടാ. നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റും തോന്നില്ല, അത് നമ്മൾ വിടില്ല. ഇതില്ല ഞാന് വെക്കണം പട്ടിയാ പെട്ടി. വീണ്ടും പഠിപ്പിടേ. എന്താണ് കൂട്ടം കുടിക്കണ? മാറാ, അത് നിങ്ങളാരാ? അതൊന്നും പറയാൻ നേരില്ല, ഓടാ. നീ തിരിച്ചെത്തിയാ? പിന്നെ തിരിച്ചെത്താതെ ഒരു വിധം പറ്റിയാ? എന്ത് പറ്റാ? അടിച്ച സാധനത്തിന്റെ മൂടറിഞ്ഞു വണ്ടി എടുത്ത് ഏതായാലും ബീവറേജിക്ക്. പറ്റായാ? ആശാനെ ഇനി എന്താ ചെയ്യാ നമ്മള്? ഇനി എന്ത് ചെയ്യാനുള്ള ഈ പരിപാടി മോശിയില്ലേ? അടുത്തെന്തെങ്കിലും നോക്കല്ല. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലോ? അതാവുമ്പോ കയ്യിട്ട് പോരാ. നല്ല ഐഡിയ അല്ലേ? അത് നോക്കാൻ വരുന്നില്ലേ? കുഴപ്പമില്ല, എന്നടിക്കാൻ വന്നോ? ഇന്നാ അല്ല എന്റെ പരിപാടി എന്താ? എന്ത് പരിപാടി? പ്രതീക്ഷകളൊക്കെ പോയില്ലേ? പ്രതീക്ഷ ഇവിടെ കൂടെ നമുക്ക് കുറച്ച് യൂട്യൂബ് ഒക്കെ ആയിട്ട് ഇവിടെ കൂടാ. ഇഷ്ടല്ല, പ്രതീക്ഷനൊക്കെ ഞാൻ സെറ്റാക്കി തരാം. പെരുങ്ങോട്ടുമനയിലെ നിധി ഇന്നും ഒരു കിട്ടാക്കനിയായി നിലകൊള്ളുന്നു. നിധിയെടുക്കാൻ വരുന്നവർ ചാത്തന്റെ മായാവലയത്തിൽപ്പെട്ട് ജീവനം കൊണ്ടോടും. മറ്റു ചിലരെ ചാത്തൻ തന്റെ ബന്ദികളാക്കും. അവർ പിന്നീട് ചാത്തന്റെ അടിമകളായി തീരും. നിധിയുടെ യജമാനനായി
ചാത്തൻ ഇന്നും മനയുടെ വച്ചിലിൽ തന്റെ അതിഥികളെയും കാത്തിരിപ്പാണ്.